വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ ഒരു പോയമാണ്. പോയത്തിൻ്റെ പേര് ഫോറിൻ ലാൻഡ്സ്. ദ ഓഥർ ഓഫ് ദ പോയം, അതായത് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. അപ്പോൾ ഈ ഒരു പോയം തുടങ്ങുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഡു യു റിമെമ്പർ യുവർ എക്സ്പീരിയൻസ് വെൻ യു ലുക്ക്ഡ് ഔട്ട് ഓഫ് യുവർ ഹോം ടു സീ ദ സൈറ്റ്സ് ഔട്ട്സൈഡ്? അതായത് നിങ്ങളുടെ വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകളും അവിടെയുള്ള സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടതായിട്ട്, അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് കേട്ടോ കണ്ടതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ, നിങ്ങൾ റിമെമ്പർ ചെയ്യുന്നുണ്ടോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്നാണ് ചോദിക്കുന്നത്. Here is a poem about a child who tried to look out. അതായത് ഇവിടെ ഒരു കുട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു കുട്ടി ആ കുട്ടിയുടെ വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ഈ ഒരു പോയത്തിൽ നമ്മളോട് പറയുന്നത്. നമുക്ക് നോക്കാം. ദ ടൈറ്റിൽ ഓഫ് ദ പോം എന്ന് പറയുന്നത് ഫോറിൻ ലാൻഡ്സ് എന്നുള്ളതാണ്. ഫോറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിദേശം എന്നാണ് അല്ലേ മീനിങ് വരിക. പക്ഷേ ഇവിടെ ഫോറിൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു കുട്ടി, ആ കുട്ടി എന്താണ് തൻ്റെ വീടും അതിൻ്റെ പരിസരവുമായിട്ട് പരിചിതമാണ്, സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് അല്ലേ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ കുട്ടി കാഴ്ചകൾ കാണാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാം, മരത്തിൽ കയറുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ്, സാധാരണ കാണുന്ന കാഴ്ചകളല്ലാതെ അതിന് പുറത്തേക്ക് എന്തെങ്കിലും കാണാൻ കഴിയുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ആ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുന്നത് അല്ലേ. മേലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ കുറച്ചും കൂടെ എന്താണ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും അല്ലേ. അപ്പം ഇവിടെ ഫോറിൻ ലാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, അതായത് വീടിൻ്റെ ആ ഒരു സ്ഥിരം പരിചയമുള്ള സ്ഥലം അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള സ്ഥലം. ഓക്കെ, അതാണ് ഇവിടെ ഫോറിൻ ലാൻഡ്. മൊത്തം 5 സ്റ്റാൻസയാണ് ഈ ഒരു പോയത്തിനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് ചെറി ട്രീ ആണ് കേട്ടോ. സോ അപ്പ് ഇൻ ടു ദ ചെറി ട്രീ, ചെറി ട്രീയുടെ മുകളിലേക്ക്. ഹൂ ഷുഡ് ക്ലൈം ബട്ട് ലിറ്റിൽ മീ. ക്ലൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറുക, മുകളിലേക്ക് കയറുന്നതിനാണ് ക്ലൈം എന്ന് പറയാം. ബി സൈലൻ്റ് ആണ് കേട്ടോ, ബി നമ്മളവിടെ ഉച്ചരിക്കില്ല. ഹൂ ഷുഡ് ക്ലൈം, ആരാണ് മുകളിലേക്ക് കയറുക. ബട്ട് ലിറ്റിൽ മീ, ഈ ചെറിയ ഞാനാണോ, എനിക്ക് കയറാൻ പറ്റുമോ. ഒരുപക്ഷെ എന്താണ് അത്രയും ഉയരത്തിൽ കയറിയിട്ടുണ്ടല്ലോ, മരത്തിൽ കയറിയിട്ടുള്ള ആളായിരിക്കും, പക്ഷെ ഒരുപാട് ഉയരത്തിൽ കയറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ലിറ്റിൽ മീൻ, എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്. ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, ട്രങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മരത്തിൻ്റെ തടി എന്നുള്ളതാണ്. ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ്, എൻ്റെ 2 കൈകൾ കൊണ്ട് ഞാൻ ആ ഒരു ട്രങ്കിൻ്റെ മുകളിൽ, അതായത് ആ ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ അല്ലെങ്കിൽ തടീൻ്റെ മുകളിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചു. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. അബ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന് വെളിയിലുള്ള എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത് കേട്ടോ. ആൻഡ് ഫോറിൻ ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളുടെ ഈ ഒരു സാധാരണ കാണുന്ന സ്ഥലം അല്ലാതെ വീടിന് പുറത്തുള്ള പുതിയ സ്ഥലം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കുട്ടി എന്ത് ചെയ്തു, ആ ഒരു ട്രങ്ക് മുറുകെ പിടിച്ചിട്ട്, അതായത് കൊമ്പ് മുറുകെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്, അതായത് നോക്കുകയാണ് എവിടെയൊക്കെ, വീടിന് വെളിയിൽ ഉള്ള പുതിയ സ്ഥലങ്ങൾ, ആ കുട്ടി കണ്ടിട്ടില്ലാത്ത പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസിൽ ഇനി പറയാൻ പോകുന്നത് ആ ഒരു കുട്ടി ആ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞതിന് ശേഷം കാണുന്ന കാഴ്ചകളെക്കുറിച്ചാണ്. സോ നോക്കാം. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ. അതായത് ഇവരുടെ ആ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് അല്ലാതെ അതിന് പുറത്തുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്ത് എന്താണ് ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം കാണുകയാണ്. അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐസ്. എന്താ പറയുന്നത്, അഡോൺഡ് മീൻസ് എന്താണ്, അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. വിത്ത് ഫ്ലവേഴ്സ്, അതാണ് നിറയെ പൂക്കൾ കൊണ്ട് ആ ഒരു ഗാർഡൻ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ബിഫോർ മൈ ഐസ്, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കുട്ടി അവളുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് നിറയെ ഫ്ലവേഴ്സ് ഉള്ള ഒരു ഗാർഡൻ അവരുടെ നെക്സ്റ്റ് ഡോറിൽ. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഗാർഡൻ മാത്രമല്ല, വേറെയും ഒരുപാട് എന്താണ് നല്ല ഭംഗിയുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള പ്ലേസസ് വേറെയും ഒരുപാട് ഉണ്ട് എന്ന് പറയാണ്.
ഓക്കെ, ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. അതായത് ഈ ഒരു കുട്ടി ഒരിക്കലും കണ്ടിട്ടില്ല, മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പ്ലസൻ്റ് ആയിട്ടുള്ള, നല്ല കാമായിട്ടുള്ള ഒരുപാട് പ്ലേസസ് ആ കുട്ടി കാണുകയാണ് ആ ഒരു ട്രീൻ്റെ മുകളിൽ നിന്ന്. സ്റ്റാൻസ് നോക്കാം. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ്. അതായത് ആ ഒരു കുട്ടി കണ്ടു, സോ മീൻസ് കണ്ടു. എന്താണ് കണ്ടത്? ദ ഡിംപ്ലിംഗ് റിവർ പാസ്. ഡിംപിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുണക്കുഴി എന്നുള്ളതാണ്. അപ്പോൾ ഡിംപ്ലിംഗ് റിവർ അതിലൂടെ പാസ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. ഡിംപ്ലിംഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ കല്ലൊക്കെ വെള്ളത്തിലേക്ക് ഇട്ടാൽ ഒരു കുഴി പോലെ ഉണ്ടാവില്ലേ, അത് നുണക്കുഴി പോലെ അങ്ങനെയല്ലേ നമ്മൾ കാണാം. അപ്പോൾ അത് എന്താ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ആ ഒരു എന്താണ് നമ്മളുടെ റിവറിൻ്റെ ഒരു ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം വെള്ളം ഒഴുകുന്ന സമയത്താണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ഒരു കുഴി പോലെ നമ്മൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള, അതായത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിലൂടെ ഒഴുകി പോകുന്നുണ്ട്. ആ കുട്ടി കാണുകയാണ് കേട്ടോ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന്. ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. അതായത് എന്താണ് ഈ ഒരു റിവർ സ്കൈൻ്റെ, അതായത് ആകാശത്തിൻ്റെ ഒരു ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് ആയിട്ടാണ് കാണുന്നത്. അതായത് നമ്മളുടെ സ്കൈക്ക് എന്താണ് കളറ് വരിക? ബ്ലൂ അല്ലേ? അപ്പോൾ ആ ഒരു ബ്ലൂ കളറ് റിവറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളറിലാണ് റിവർ കാണുക അല്ലേ? അപ്പോൾ എന്താണ്, നമ്മളൊരു കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മളുടെ മുഖമല്ലേ നമ്മൾ ആ കണ്ണാടിയിൽ കാണുക, അതേപോലെ ആകാശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ റിവർ ഉണ്ടാവുക. അപ്പോൾ റിവറിൽ ആകാശം അതിനെ കാണുന്ന പോലെ, അതുകൊണ്ടാണ് ആ ബ്ലൂ കളറിൽ കാണുന്നത്. അപ്പോൾ എന്താണ്, ആകാശത്തിൻ്റെ മിററായിട്ടാണ് ഇവിടെ റിവറിനെ പറയുന്നത്. മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടി അല്ലേ? അപ്പോൾ ആകാശത്തിൻ്റെ കണ്ണാടിയായിട്ട് കാണുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഡസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊടി അല്ലേ? അപ്പോൾ നിറയെ പൊടിപടലങ്ങളുള്ള റോഡ് അതിങ്ങനെ എന്താണ്? ഗോ അപ്പ് ആൻഡ് ഡൗൺ, മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ എന്ത് ചെയ്യാണ്? പോകുന്നുണ്ട്. വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. അതായത് ട്രാമ്പിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടി മെതിച്ച് പോകുന്നതിനാണ് പറയാം. അപ്പോൾ ഈ റോഡ് ആരെയും കൊണ്ടിട്ടാണ് പോകുന്നത്? വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. അതായത് ചവിട്ടി മെതിച്ച് എന്താണ് ടൗണിലേക്ക് പോകുന്ന ആൾക്കാരെയും കൊണ്ടാണ് ഈ ഒരു റോഡ് മേലോട്ടും താഴോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത് എന്ന് പറയാണ്. ഫോർത്ത് സ്റ്റാൻസ നോക്കാം. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ. ഹയർ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുട്ടി നിൽക്കുന്നത് ചെറിയൊരു മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിനേക്കാളും വലിയ കുറച്ച് ഉയരം കൂടിയ ട്രീ എനിക്ക് കണ്ടുപിടിക്കാൻ, ഐ കുഡ് ഫൈൻഡ്, എനിക്ക് കണ്ടുപിടിക്കാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഫാർദർ ആൻഡ് ഫാർദർ ഐ ഷുഡ് സീ. ഫാർദർ മീൻസ് എന്താണ്? ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് പറയാണ്. ഇപ്പോൾ ഈ ഒരു കുട്ടിക്ക് എന്താണ്? വലിയൊരു ട്രീ കിട്ടിയിരുന്നെങ്കിൽ ദൂരത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി വരുന്ന 2 ലൈൻസിൽ പറയുന്നത്, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു വലിയൊരു മരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിന് മുകളിൽ ക്ലൈംബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റാവുന്ന, കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്ന് നോക്കാം. ടു വേർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ് ഇൻ ടു ദ സീ അമംഗ് ദ ഷിപ്സ്. എന്താ പറയുന്നത്? അതായത് ഗ്രോൺ അപ്പ് റിവർ, അതായത് മെച്യൂറായ റിവർ. ഇപ്പോൾ ഈ കുട്ടി കാണുന്നത് എന്താണ്? ചെറിയ റിവറാണ് അല്ലേ? അപ്പോൾ അത് ഒഴുകി മുൻപോട്ട് പോകുമ്പോഴുള്ള കാര്യം ആ കുട്ടി ആ ഒരു ചെറിയ മരത്തിൽ നിന്നാൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വലിയ മരത്തിലേക്ക് എന്താണ് ആ കുട്ടിക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വലിയ മരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുൻപോട്ടുള്ള കാഴ്ചകൾ കാണാം. ആ റിവർ മുന്നോട്ട് പോകുന്നത് കാണാം. ആ റിവർ വലുതായി പോയിട്ട് എന്താണ്? സ്ലിപ്സ് ഇൻ ടു ദ സീ, അതായത് കടലുമായിട്ട് ഒരുമിക്കുന്നത് കാണാം. എമംഗ് ദ ഷിപ്സ്, അതായത് ഒരുപാട് ഷിപ്പുകളൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആ ഒരു കടലുമായിട്ട് യോജിക്കുന്ന ആ ഒരു കാഴ്ച, അത് ഈ ഒരു കുട്ടിക്ക് കാണാൻ പറ്റുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു വലിയ മരം ആ കുട്ടിക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം. ടു വേർ ദ റോഡ് ഓൺ എയ്തർ ഹാൻഡ് ലീഡ് ഓൺവേർഡ് ഇൻ ടു ഫെയറി ലാൻഡ്. ഫെയറി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം, ഇമാജിനറി ലാൻഡ് അല്ലേ? അതായത് നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ എന്താണ് ഈ ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുന്ന, അതായത് ടോയ്സൊക്കെ സംസാരിക്കുകയും അതുപോലെ തന്നെ എന്താണ് കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ലിവിങ് തിങ്സ് അല്ല, അലൈവിങ് തിങ്സ് എന്ത് ചെയ്യാണ്? സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ഇമാജിനറി ലാൻഡ്സിൽ. അതേപോലെ
അതുപോലെ തന്നെ എന്താണ് മരങ്ങളും ചെടികളും ഒക്കെ സംസാരിക്കും. അങ്ങനെയാണ് ഇമാജിനറി ലാൻഡ് ഉണ്ടാവുക അല്ലേ, നമ്മൾ കാർട്ടൂണിൽ കാണുന്ന പോലെ. സോ അങ്ങനെ ഒരു ഫെയറി ലാൻഡിലേക്കാണോ ഈ ഒരു റോഡ് പോകുന്നത്? വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. അവിടെ ഇങ്ങനെയുള്ള ഫെയറി ലാൻഡ്സിൽ എന്താണ്, എല്ലാ കുട്ടികളും 5 മണിയാകുമ്പോൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കും. പിന്നെ എന്താണ് ചെയ്യാൻ സംഭവിക്കുക, ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം അലൈവ്. പിന്നെ എന്താണ്, എല്ലാ പ്ലേ തിങ്സ് എന്ന് പറഞ്ഞാൽ ടോയ്സ് അല്ലേ, ടോയ്സ് എന്താവും, കം അലൈവ്, അതായത് ജീവനുള്ളവയെ പോലെ ആവും. സംസാരിക്കുകയും കളിക്കുകയും നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫെയറി ലാൻഡിലേക്കാണോ, ഒരു ഇമാജിനറി ലാൻഡിലേക്കാണോ ഈ ഒരു റോഡ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. സോ ഇത്രയാണ് ഈ ഒരു പോം പറയുന്നത്. സോ ഈ ഒരു പോം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.